യുവവാണി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. കലകളിൽ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒന്നാണ് സംഗീതം. അത് ആസ്വദിക്കാനും അഭ്യസിക്കാനും മാത്രമല്ല, വരുന്ന തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നുള്ളത് സംഗീത ലോകത്ത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. സ്വരങ്ങളുടെ ഈ മനോഹര തീരത്തെ തൻ്റെ ഗാനങ്ങളാലും അധ്യാപനത്തിലൂടെയുമെല്ലാം സമ്പന്നമാക്കുന്ന ഒരു ഗായികയും സംഗീത അധ്യാപികയും കൂടിയായ കീർത്തന നേമത്തില്ലം ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അപ്പോൾ യുവവാണിയിലേക്ക് സ്വാഗതം കീർത്തന. നമസ്കാരം. കീർത്തന ഒരു ഗായികയും സംഗീത അധ്യാപികയും മാത്രമല്ല, ഒരു സംഗീത വിദ്യാർത്ഥിനി കൂടെയാണ്. നമുക്ക് ആദ്യം തന്നെ സംഗീത പഠനത്തിൻ്റെ വിശേഷങ്ങളിലൂടെ ആരംഭിക്കാം. തീർച്ചയായും. ഞാൻ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം തന്നെ ആയിട്ടുണ്ട്. ഞാനൊരു 3ാം ക്ലാസ് തുടങ്ങി പഠിച്ചു. പക്ഷെ അതൊരു പ്രോപ്പർ വേ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വെറുതെ പഠിക്കുന്നു, കുറച്ച് കീർത്തനങ്ങൾ പഠിപ്പിക്കുന്നു, നമ്മളും അത് ഏറ്റുപാടുന്നു. ആ ഒരു രീതിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു, എനിക്ക് നല്ലൊരു പാട്ടുകാരി ആവണം. അന്ന് ഇത്തിരി കൂടിയും എന്താ പറയുക, നമുക്ക് പാട്ടിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലായിടത്തും എല്ലാ സ്റ്റേജിലും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ ഞാൻ പാടുമായിരുന്നു. ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തന്നെ മനു സുന്ദരം എന്നാണ് സാറിൻ്റെ പേര്. അപ്പോൾ അത് കഴിഞ്ഞ് വേറെ ഞാൻ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു ശിവദാസൻ എന്ന് പറഞ്ഞിട്ടൊരു മാഷുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിലും കുറച്ച് കാലം പോയി. അദ്ദേഹമാണ് എനിക്ക് കുറച്ചും കൂടെ ആ ഒരു മുട്ടിട്ട് തന്നത്, ഒരാഗ്രഹം. എനിക്ക് പാട്ട് പഠിക്കണം, പാട്ടിൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട് പഠിക്കാൻ എന്നൊരു ഇത് തോന്നിയത്. അത് ഞാനൊരു 9th അപ്പോൾ. എന്നാലും നമുക്ക് ഇതിനുള്ള ഈ പറഞ്ഞ ഒരു വഴി തുറന്നു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ 12th പഠിക്കുമ്പോൾ ലീല എന്നാണ് പേര്. അവർ ഇതുപോലെ കലാക്ഷേത്രത്തിൽ ഡാൻസ് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് എനിക്കും കലാക്ഷേത്രത്തോട് ഭയങ്കര ഒരു ആരാധന തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് പാട്ട് പഠിക്കാനുള്ള വല്ല സ്കോപ്പ് ഉണ്ടോ അവിടെ? അങ്ങനെ ചോദിച്ചപ്പോഴാണ് ശരി നമുക്കൊന്ന് അന്വേഷിക്കാം എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ അവരിലൂടെ അങ്ങനെ കലാക്ഷേത്രത്തിൽ എത്തിപ്പെടുകയാണ്. കലാക്ഷേത്ര എന്ന് പറയുമ്പോൾ ചെന്നൈ കലാക്ഷേത്ര മ്യൂസിക് സ്കൂളാണ്. അതെ. രുക്മിണി ദേവി കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, അതാണ് ഫുള്ള് പേര്. അവിടെയാണ് ഒരു വഴിത്തിരിവ് വന്നത്. അയ്യോ തീർച്ചയായിട്ടും അവിടെയാണ്. ഞാൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ വലിയൊരു സംഭവമാണ് എന്ന് മനസ്സിലായത് അവിടെ ചെന്നപ്പോഴാണ്. അതെ തീർച്ചയായിട്ടും. അവിടെ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പം ഞാനും സ്വയം ഒരു കലാകാരിയാണെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നിമിഷമാണ്. അതെ നമ്മൾ തിരിച്ചറിയാണ്, എനിക്ക് ഓക്കെ എൻ്റെ വഴി ഇവിടെയാണ് എന്നുള്ളത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ വളരെ തുടക്കക്കാരിയായിരുന്നു. അവിടെ ഉള്ളവർ വളരെയധികം നല്ല നല്ല ആർട്ടിസ്റ്റുകളാണ്. അപ്പം നമുക്ക് അവരുടെ മുന്നിലൊക്കെ പാടാൻ ഭയങ്കര പേടിയാണ്. പക്ഷേ ഡിഗ്രി കോഴ്സായിട്ട് പഠിക്കുകയായിരുന്നു. ഡിപ്ലോമയാണ് അവിടെ, 4 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. നമുക്ക് ഒരു ഗുരുകുലം സമ്പ്രദായമാണ്. ആകെ ഒരു ക്ലാസ്സിൽ, പ്രത്യേകിച്ച് മ്യൂസിക്കിന് ഒരു ക്ലാസ്സിൽ 10 പേരൊക്കെയാണ് മാക്സിമം വരണത്. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ 10 പേരുണ്ടായിരുന്നു. 10 പേരും തുടക്കക്കാർ തന്നെയായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പഠിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കീർത്തനയുടെ ഒരു കീർത്തനം കേൾക്കാം. തീർച്ചയായിട്ടും. ഏത് കീർത്തനമാണ് പാടുന്നത്? ഞാൻ ഹംസധ്വനി എന്നുള്ള രാഗത്തിൽ ഒരു ഗണപതി സ്തുതിയാണ്. വിനായക നിന്നു വിന ബ്രോച്ചുടക്കു എന്ന് പറഞ്ഞിട്ട് ഒരു കൃതി. ശരി. വിനായക നിന്നു വിന ബ്രോച്ചുടക്കു, വിനായക നിന്നു വിന ബ്രോച്ചുടക്കു, വിനായക നിന്നു വിന ബ്രോച്ചുടക്കു, വേരെവരൂരാ വിഘ്നരാജ, വിനായക ನೀನು ವಿನ ಬ್ರೋಚುಟಕು, ವೇರೆವರೂರ ವಿಘ್ನರಾಜ ವಿನಾಯಕ. ಅನಾಥ ರಕ್ಷಕ, ಅನಾಥ ರಕ್ಷಕ, ಅನಾಥ ರಕ್ಷಕ ನೀವೇಗಾದ ಆದರಿಲ್ಚಿನನು ಬ್ರೋವ ರಾಧ, ವಿನಾಯಕ ನೀನು ವಿನ ಬ್ರೋಚುಟಕು, ವೇರೆವರೂರ ವಿಘ್ನರಾಜ ವಿನಾಯಕ.
सरसीरुहारुणायुगचरण सततमुश्रितजन सङ्कटहरण सरसीरुहारुणायुधचरण सततमुश्रितजन सङ्कटहरण परमकृपासागर परमकृपासागर परमकृपा सागर वरसुगुणा पालित जन गोपालद सनुत विनायकानिनु विना ब्रोचुटकु वेरे वरुरा विघ्नराज विनायका. വളരെ മനോഹരമായൊരു കീർത്തനമായിരുന്നു. ഹംസധ്വനി വളരെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു രാഗമാണ്. അതെ അതെ, മോർണിംഗ് രാഗം എന്ന് പറയും. അതെ, നമ്മള് ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഗം എന്നാണ് ഹംസധ്വനിനെ പറയാ. അത് ശ്രദ്ധിച്ചാൽ അറിയും, ഒരുപാട് ഗണപതി കീർത്തനങ്ങൾ വരണത് ഹംസധ്വനിയിലായിരിക്കും. വാതാപി ഗണപതിയും അതൊക്കെ ഇതിലാണ്. അത് ഭയങ്കര പ്ലസന്റ് ആണ്, ഭയങ്കര എന്താ പറയാ, ഒരു നമുക്കൊരു എനർജി തരുന്ന ഒരു പാട്ടാണ് വാതാപി. പ്രത്യേകിച്ച് സ്റ്റിൽ അത് കേൾക്കുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്കൊരു ഒരു വാവ് എന്നുള്ളൊരു തോന്നല് വരും. അതെ 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 അതെ, തുടങ്ങാൻ ഏറ്റവും നല്ലൊരു കൃതിയാണ് അത്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കലാക്ഷേത്രയിലെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ അവിടെ 4 വർഷത്തെ ഡിപ്ലോമയായിരുന്നു പഠിച്ചത്. അതെ അതെ. പിന്നെന്തൊക്കെയായിരുന്നു അവിടുത്തെ അനുഭവങ്ങൾ? കലാക്ഷേത്ര എന്ന് പറയുന്നത് ശരിക്കും എനിക്കൊരു ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് എന്ന് തന്നെ പറയാം. കാരണം കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ 12th കഴിഞ്ഞിട്ട് നേരെ പോണതാണ് ചെന്നൈയിലേക്ക്. 12th വരെ ഞാൻ വീട് വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ ഇത് നേരെ ചെന്നൈയിലേക്കാണ് പോണത്. അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടെ ഒരു ഗുരുകുലം സമ്പ്രദായമാണ്. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലാസ് ആണെങ്കിൽ നിലത്തിരിക്കുക, ഭക്ഷണമായാലും ശരി നമ്മൾ നിലത്തിരുന്നിട്ടാണ് കഴിക്കുക. പഴയൊരു അതെ, വളരെ അതെ അതെ, അത് ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു എന്താ പറയുക ഏറ്റവും നല്ല കാര്യം എന്ന് പറയാം. കാരണം എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. ശരിക്കും ഈ ഗുരുകുല സമ്പ്രദായം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഒരു രീതികൾ എന്ന് വെച്ചാൽ വളരെയധികം അത് ടിപ്പിക്കലി അങ്ങനെയാണ് പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല. കലാക്ഷേത്രം എന്ന് പറയുന്നത് കാണാൻ വളരെ ഭംഗിയുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കുട്ടികളായിക്കോട്ടെ, വിദ്യാർത്ഥികളായിട്ട് ഉള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവരായിക്കോട്ടെ, ഒരുവിധം ടീച്ചേഴ്സ് എല്ലാവരും ഒരു 80% എന്ന് പറയാം, അവരൊക്കെ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു തമാശ രൂപത്തിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഹർത്താൽ വന്നാൽ പോലും ലീവ് ഇല്ല എന്ന് പറയണ പോലെയാണ്. കാരണം എല്ലാവരും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം, അതാണ് നമ്മളുടെ രീതി. അതായത് നമ്മൾ ഒരു 7:30 ആകുമ്പോഴേക്കും നമുക്ക് ഭക്ഷണത്തിൻ്റെ സമയവും. അപ്പം നമുക്ക് 7 മണിയുടെ ഉള്ളിൽ എത്തണം. അപ്പോൾ അവിടെ മെസ്സിൽ ഒരു ഭജൻ അല്ലെങ്കിൽ ഒരു പ്രയർ ഉണ്ടായിരിക്കും. അതൊരു 10 മിനിറ്റ് ആ പ്രയർ ചൊല്ലിയതിന് ശേഷമേ നമ്മൾക്ക് ഭക്ഷണം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും പോകണം, പോയില്ലെങ്കിലും അതെ. അപ്പോൾ അത് മ്യൂസിക് സ്റ്റുഡൻസ് ആണ് കൂടുതലും കണ്ടക്ട് ചെയ്യുന്നത്. അവിടുന്ന് തുടങ്ങുകയാണ് നമ്മുടെ ആ ദിവസം. ആ ഒരു പ്രയറിൽ നിന്ന് തുടങ്ങും. അത് നിർബന്ധമായിട്ട് നമ്മൾ പോകേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് കഴിഞ്ഞാൽ അവിടുന്ന് ഇപ്പോൾ ഭക്ഷണ രീതി ആയാലും അവിടെ ഫുൾ വെജിറ്റേറിയൻ ആണ്. വളരെ എന്താ പറയുക സാത്വികമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയാമല്ലോ. നമുക്ക് ഈ എരിവും പുളിയൊക്കെ ഇത്തിരി കുറവുള്ള ഇത് തന്നെയാണ്. അപ്പോൾ അത്ര മോശം ഫുഡും അല്ല കേട്ടോ. ഇനി അങ്ങനെ ചിലരങ്ങനെ വിചാരിക്കും എരിവും പുളിയില്ല വെച്ച് കഴിഞ്ഞാൽ എന്താ സ്വാദെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ നമുക്ക് സ്വാദുള്ള ഫുഡ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വളരെ സാത്വികമായിട്ടുള്ളൊരു ഭക്ഷണ സമ്പ്രദായം തന്നെയാണ്. കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ബിൽഡിംഗ് അല്ല, ഓരോ കോട്ടേജസ് ആണ്. നമുക്കൊരു എന്താ പറയുക പണ്ടത് ഓല മേഞ്ഞിട്ടാണെന്നാണ് പറയണത്. ഞങ്ങൾ വരുമ്പോഴേക്കും എന്തായാലും ഓടൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, അപ്പോൾ ഓടൊക്കെ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലോറ് ഈ പറഞ്ഞ പോലെ മരം കൊണ്ടുള്ള മരപ്പലകകൾ കൊണ്ടുള്ള അവിടെ ഒരു ബാനിയൻ ട്രീ ഉണ്ട്. ബാനിയൻ ട്രീയുടെ മലയാളം പേരാലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ആല്. അതെ, അപ്പോൾ ഭയങ്കര വലുതാണത്. അപ്പോൾ ഈ ഇതിന്റെ ചോട്ടിലിരുന്നിട്ടാണ് നമ്മളുടെ മോർണിംഗ് പ്രയർ. ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ അവര് പറഞ്ഞ ഗുരുക്കന്മാരാണല്ലോ. അപ്പോൾ അതിങ്ങനെ ചുറ്റിലും ഒരു റൗണ്ടാണ്. ആ റൗണ്ടിൽ ചുറ്റിലും മുകളിൽ ഗുരുക്കന്മാരിരിക്കും, താഴെ നമ്മൾ വിദ്യാർത്ഥികളിരിക്കും. അത്രയേ ഉള്ളൂ. അതിലും ഈ പറഞ്ഞ പോലെ തന്നെ പ്രയറിന് കണ്ടക്ട് ചെയ്യുന്നത് മ്യൂസിക് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിനൊരു തമ്പൂരൊക്കെ ആയിട്ട് വരണം. നമ്മൾക്കൊരു സമയമൊക്കെ ഉണ്ട്. അപ്പോൾ 8:30 പ്രയർ എന്നുണ്ടെങ്കിൽ 8:15 തന്നെ നമ്മൾ
ഈ തമ്പുരൊക്കെ ആയിട്ട് അവിടെ ആരാണോ ഏറ്റവും മുതിർന്ന മ്യൂസിക്കിൽ ആരാണോ ഗുരു അവിടെ നിൽക്കുന്നത് അവരുടെ അടുത്ത് പോവുക, നമ്മൾ ശ്രുതിയൊക്കെ ആ തമ്പുരുവിൽ കറക്റ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്മൾ ഓൾ സെറ്റായിട്ടിരിക്കണം. തമ്പുരു വെച്ചിട്ടാണ് ശ്രുതി. അതെ അതെ അതെ. ഒരാൾ സ്റ്റാർട്ട് ചെയ്യും, മറ്റേ ആൾ തമ്പുരു വായിക്കും, വേറൊരാൾ ശ്രുതിപ്പെട്ടി, മാനുവൽ ശ്രുതിപ്പെട്ടി ഉണ്ട്, അതായത് ഈ ഹാർമോണിയം പോലെ ഇരിക്കും അത് കാണാൻ. അതിൽ നമ്മൾ ശ്രുതി സെറ്റ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ വായിച്ചാൽ മതി. അപ്പം ഇത് ചെയ്യുന്നത് മിക്കവാറും മ്യൂസിക് സ്റ്റുഡൻസ് തന്നെയാണ്. ആ പ്രെയർ ഒരു 10-15 മിനിറ്റോളം ഉണ്ടായിരിക്കും. അത് ഭയങ്കര എന്താ പറയുക, സൂതിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഞാനിപ്പം ആക്ച്വലി അതൊന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. കാരണം അതെ, തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്കത്, പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വേറൊരു കീർത്തനത്തിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഏത് കീർത്തനമാണ് പാടുന്നത്? അടുത്തതായിട്ട് ഹിന്ദോളം എന്നുള്ള രാഗത്തിലെ ഒരു സരസ്വതി കീർത്തനാണ്, മാമവതു ശ്രീ സരസ്വതി എന്ന് പറയുന്നത്. മാമവതു ശ്രീ സരസ്വതി, മാമവതു ശ്രീ സരസ്വതി, മാമവതു ശ്രീ സരസ്വതി, കാമകോടി പീഠനിവാസിനി, മാമവതു ശ്രീ സരസ്വതി, കാമകോടി പീഠനിവാസിനി, മാമവതു ശ്രീ സരസ്വതി, കാമകോടി പീഠനിവാസിനി, മാമവതു ശ്രീ സരസ്വതി. കോമളകര സരോജ ധൃതവീണാ, കോമളകര സരോജ ധൃതവീണാ, സീമാതീത വരവല വിഭൂഷണ, സീമാതീത വരവല വിഭൂഷണ, സ ഗസനി ദമ ദമ ഗമ സ സഗമദനി സ ഗസനി ദമ ദമ ഗമ സ സഗമദനി സ ഗസനി ദമ ദമ ഗമ സ മഗദമ നിര സനി ധനി സ മഗ സഗനി സ നിനി ഗസനി സ ധനി ധനി സനി ധനി മദ ധനി സ മഗ മാമവതു ശ്രീ സരസ്വതി, കാമകോടി പീഠനിവാസിനി, മാമവതു ശ്രീ സരസ്വതി. വളരെ ഗംഭീരമായിരുന്നു ഹിന്ദോളം കേൾക്കാനായിട്ട്. താങ്ക് യു. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ പഠിക്കുമ്പോൾ പല ഗുരുക്കന്മാർക്കും പല ശൈലികളായിരിക്കുമല്ലോ. ഇപ്പോൾ ചിലത് പറയും ബാണി എന്ന് പറയും, അല്ലെങ്കിൽ സമ്പ്രദായം എന്നൊക്കെ പറയുമല്ലോ. അതായത് ഓരോ ഗുരുക്കന്മാരും ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രഡീഷൻ രീതി. പലർക്കും പല രീതിയാവുമ്പോൾ സംഗീത പഠനത്തിൽ അത് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും? അത് വലിയൊരു ടാസ്ക്കാണ് ശരിക്കും. ഞാൻ ആദ്യം പഠിക്കുന്ന സമയത്ത് ഇതുപോലെ എന്താണ് ബാണി എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എനിക്ക് അറിയാവുന്ന ഒരു സാറിൻ്റെ അടുത്ത് പഠിക്കുന്നു. അത് നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് മാറേണ്ടതായിട്ട് വന്നു, അത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് പ്രോപ്പറായിട്ട് തുടങ്ങിയത് ശരിക്കും കലാക്ഷേത്രയിൽ തന്നെയാണ്. സോ ഞാൻ ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും. അതായത് ആ ഒരു തമിഴ് കൾച്ചർ ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു രീതിയല്ല ഞാൻ കണ്ടെടുത്തോളം. എന്തിനു ഏറെ പറയണ, ഇപ്പോൾ കലാക്ഷേത്രയിൽ തന്നെ ഇപ്പോൾ ഞാൻ ആദ്യത്തെ 2 വർഷം പഠിച്ച ടീച്ചറുടെ ഒരു സമ്പ്രദായം ആയിരിക്കില്ല പിന്നെ പഠിക്കുന്ന. അതെ. ഇപ്പോൾ കലാക്ഷേത്രയിലാണ് പ്രോപ്പറായിട്ട് ഞാൻ പഠിക്കണത്. അതിനുശേഷം ഞാൻ MA ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ്. അത് ഞാൻ കറസ്പോണ്ടൻസ് ആയിട്ടാണ് ചെയ്യുന്നത്, അത് ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമുക്കൊരു ഗൈഡൻസ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. ഓൺലൈൻ ക്ലാസ്സിലാണ്. അതെ. ഓൺലൈനായിട്ട് ക്ലാസ് എനിക്ക് ഒരു ടീച്ചറാണ് എടുക്കുന്നത്. ടീച്ചറുടെ പേര് ശ്രീവിദ്യ അയ്യർ. വളരെ അത്യാവശ്യം നല്ലപോലെ ഫേമസ് ആയിട്ടുള്ള പെർഫോമറാണ്. കലാക്ഷേത്രത്തിൽ തന്നെയാണ് ടീച്ചിങ്. എനിക്ക് കലാക്ഷേത്രത്തിലായിരിക്കുമ്പോൾ അലൈഡ് സബ്ജക്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ വയലിൻ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ എൻ്റെ വയലിൻ ടീച്ചറാണ് എനിക്കിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ കലാക്ഷേത്രയിൽ പഠിച്ച പോലത്തെ ഒരു രീതി തന്നെയാണ് ഞാൻ ഇപ്പോഴും പഠിക്കണത്. അപ്പൊ എനിക്ക് അത്ര എന്താ പറയാ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഗുരുക്കന്മാരുടെ ഒരു രീതി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. തീർച്ചയായിട്ടും അവരുടെ പാട്ടിനേക്കാൾ ഉപരി നമുക്ക് അവർ പറയുന്ന കുറെ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും, അവരുടെ ഒരു ജീവിത ശൈലി ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മളതിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതാണ് എനിക്ക് കലാക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞ നേരത്തെ കുറെ വേറെ കാര്യങ്ങൾ പഠിക്കും എന്ന് പറഞ്ഞത്. ഈ ഗുരുകുല സമ്പ്രദായം ആവുമ്പോ കുറെ ചിട്ടയായിട്ട് തന്നെ. അതെ അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഇപ്പൊ കുറച്ച് പ്രാക്ടീസിന്റെ കുറവുണ്ട്, ടു ബി ഓണസ്റ്റ്. അപ്പൊ പഠിച്ചോണ്ടാണോ പിന്നെ പ്രാക്ടീസ് കുറച്ച്? അങ്ങനെ പറയാൻ പറ്റില്ല. MA പഠിക്കുമ്പോഴേക്കും നമുക്ക് വേറെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഇടയിൽ കുറച്ച് ബ്രേക്ക് വരേണ്ട സാഹചര്യം വന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. അത് വലിയൊരു വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. ഒരു 4 വർഷം എൻ്റെ ജീവിതത്തിലെ 4 വർഷം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്തു എന്നുള്ള പോലെ എനിക്ക് തോന്നിയത്. ഇപ്പൊ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം. നല്ല കാര്യം. അതെ. നമുക്കൊരു കീർത്തനത്തിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഏത് രാഗത്തിലെ കീർത്തനമാണ് പാടുന്നത്? അടുത്തത് ഞാൻ നീലാംബരി എന്ന് പറഞ്ഞ ഒരു രാഗത്തില് മാധവ മാമവ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കീർത്തനമാണ്. ആ രാഗം വളരെ ഓമനത്തിങ്കൾ കിടാവോ ഒക്കെ അതിലാണ് എന്നാണല്ലോ. അപ്പൊ അതിലൊരു പാട്ട് പാടാം. മാധവ മാമവ ദേവ കൃഷ്ണ, മാധവ മാമവ ദേവ കൃഷ്ണ, യാദവ കൃഷ്ണ, യദുകുല കൃഷ്ണ, മാധവ മാമവ ദേവ കൃഷ്ണ, യാദവ കൃഷ്ണ, യദുകുല കൃഷ്ണ, മാധവ മാമവ ദേവ കൃഷ്ണ. സാധുജനാധാര സാർവഭൗമ, സാധുജനാധാര സാർവഭൗമ, സാധുജനാധാര സാർവഭൗമ, മാധവ മാമവ ദേവ സാധുജനാധാര സാർവഭൗമ, മാധവ മാമവ ദേവ, മാധവ മാമവ ദേവ കൃഷ്ണ, യാദവ കൃഷ്ണ, യദുകുല കൃഷ്ണ, മാധവ മാമവ ദേവ കൃഷ്ണ. വളരെ ഗംഭീരമായിരുന്നു. നീലാംബരി ഒരു താരാട്ടുപാട്ടിന്റെ ഒരു ഫീലാണ് നൽകുന്നത് അല്ലേ? അതെ. ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗായികയും സംഗീത അധ്യാപികയുമായ കീർത്തന നേമത്തില്ലവുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്. യുവവാണി സമാപിക്കുന്നു.